അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യുകെയിലെ പീക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ഡൗഡെയിൽ എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടുക്കി പോലെ ഇരിക്കും. ചുറ്റും വലിയ മലനിരകളും ചെറിയ അരുവികളും ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ കഴിവതും രാവിലെ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും എത്താൻ പാകത്തിന് വരണം. എന്നാലാണ് നമുക്ക് പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീക്കെൻഡിൽ വന്നെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് പാർക്കിംഗ് സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും വണ്ടി ഇടാനുള്ളൊരു സൗകര്യ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിവതും ആ ഒരു സമയത്ത് എത്തുക. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഈ ഒരു ചെറിയ അരുവിയുടെ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് പല ഏരിയയിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട ആ പാലമല്ലേ, ആ പാലമൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മലയുടെ പല സൈഡുകളിൽ കൂടെയൊക്കെ നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ചില മലമുകളിലേക്കൊക്കെ നമുക്ക് നടന്ന് കയറാനും സാധിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് മൊത്തം നമ്മൾ നടന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ ഇത്രയും ദൂരമൊക്കെ നടക്കുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്തിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വരിക. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും ഏരിയ ഒന്നും നമുക്ക് നടന്ന് കവർ ചെയ്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതൊരു നഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ. അപ്പോൾ ഇത് ശുദ്ധജലം ആവുകൊണ്ട് ശുദ്ധജലത്തിൽ വളരുന്ന മീനാണ് ഇവിടെ ഉള്ളത്. ത്രൗട്ട് എന്ന് പറയുന്നൊരു ഫിഷ്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചൂണ്ടയിട്ടാണെങ്കിൽ കിട്ടും. അപ്പോൾ ഈ മീനൊരു ചരിത്രമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ വിനോദത്തിന് വേണ്ടിയിട്ട് അവർ ബ്രിട്ടനിൽ നിന്ന് ഈ മീനിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ഡാമുകളിലും ഇങ്ങനെ ശുദ്ധജല തടാകങ്ങളിലെല്ലാം ഇതിനെ ബ്രീഡ് ചെയ്യിച്ച് വളർത്തി അവർ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നതാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ട് ഈ മീൻ. അപ്പോൾ അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ഈ കാണുന്ന കല്ലുകൾ കണ്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങൾ നൂറ്റാണ്ടുകളെടുത്ത് ഇതിലെ വെള്ളം ഒഴുകി ആ പാറയ്ക്ക് തേയ്മാനം സംഭവിച്ച് പാറ അടുക്കി വെച്ച പോലെ രൂപപ്പെട്ടതാണ് ഈ കല്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും നല്ലൊരു രസമാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ ഈ വെള്ളം ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഏരിയ ഉണ്ടോ, ഇവിടെ അത്യാവശ്യം ഇച്ചിരി വെള്ളം കെട്ടി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ സ്റ്റെപ്പ് അത് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ വെള്ളത്തിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ഈ വെള്ളത്തിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണുന്ന പോലെയല്ല. ഫ്രീസറിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിൽ കൂടെ ഒഴുക്കി അങ്ങനെ ഇരിക്കും. അത് പോകണം തണുപ്പാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തണുപ്പ് സഹിച്ച് നമുക്ക് ഈ വെള്ളത്തിൽ നീന്താനും കാര്യങ്ങളൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ താഴെ കൂടെയുള്ള ഈ കാഴ്ചകൾ മാത്രമല്ല കേട്ടോ. അപ്പോൾ ഈ മലയുടെ മുകളിൽ നമുക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ അവിടെ നല്ല വ്യൂ പോയിൻറ്റുകളുണ്ട്. നമുക്ക് സൂര്യാസ്തമയം അങ്ങനെയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ അവിടെ പല ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ താറാവുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയുള്ള ചാര കളറ് താറാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. താറാവ് കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ അത് ബ്രീഡായി നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. താറാവുള്ള പോലെ തന്നെ ഇവിടെ ഒരുപാട് മീൻ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ബ്രീഡായി നടക്കുന്ന സമയമാണ് ഇപ്പോൾ. അത് കണ്ടോ, ഈ കാണുന്ന നമ്മുടെ ആദ്യം പറഞ്ഞ ത്രൗട്ട് എന്ന് പറഞ്ഞ ഫിഷില്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ, ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. പക്ഷെ നമുക്കതിന് ലൈസൻസ് വേണം. അത് ഗവൺമെൻറ് ഓഫ് യുകെയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈസൻസ് എടുക്കാം. 30-35 പൗണ്ട് എങ്ങാണ്ടാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ അതൊക്കെ എടുത്തെങ്കിൽ മാത്രമാണ് ഇവിടെ വന്ന് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈന് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വരുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഇതൊരു യുകെയുടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് കാഴ്ചകൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതടക്കം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിയുന്നവരൊക്കെ വരിക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആ ബെൽ ബട്ടൺ
എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.